ഫ്രണ്ട്സ്, നമ്മൾ പാടത്തേക്ക് പോവാണ് കേട്ടോ. പാടത്ത് ട്രാക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ പാടം ഒഴുകാണ് കേട്ടോ. ട്രാക്ടറും കൊണ്ട് നമുക്കത് വീഡിയോ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം. കൊച്ചികളൊക്കെ അല്ലേ? എത്ര കൊച്ചികളായി? അപ്പോൾ അതിൽ ഈ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ, അത് തിന്നാൻ വേണ്ടിയിട്ടാണ് കൊച്ചികൾ മണ്ണിളകുമ്പോഴേ. കണ്ടത്തിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ ഈ ചെയ്യണത്. നല്ലൊരു ടൈമിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ വിരുന്ന് വന്നിട്ടുള്ളത്. എത്ര കുട്ടികളല്ലേ? പകുതി ഭാഗമല്ല അല്ലേ, ഇതിങ്ങനെ വീണ്ടും സ്റ്റേ കണ്ടം മുഴുവൻ റൗണ്ട് ചെയ്ത് വരും. ആദ്യം റൗണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഹൃതിയിൽ അങ്ങനെ പൂർത്തിയാക്കുകയാണ് കേട്ടോ. നീളത്തിലുള്ള റൗണ്ടായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിത്ത് പാവലൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചതൊക്കെ വിത്ത് പാവിയിട്ട് ഞാറ് വന്ന് നിൽക്കുകയെന്നാണ് കരുതിയിട്ട് കേട്ടോ. പക്ഷേ ഇത് തന്നെ മുളച്ച് വന്നതാണ്.
കാട്ടുപട്ടാളങ്ങളൊക്കെ ഇവിടെ കാണാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്കറിയില്ല ഞാനത് യൂട്യൂബിലിടാനാണ് എടുക്കണമെന്ന് അവർക്കറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കണത്. ഞാൻ യൂട്യൂബറാ. ഇവിടെ വന്നിട്ട് എന്താ കാട്ടറേന്നൊക്കെ നോക്കി നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുക. അപ്പം എന്നാൽ അത് പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ അവിടെ വീഡിയോ എടുക്കണം, നമുക്ക് പോവാം പറഞ്ഞോ. ഒരു അതവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് മുങ്ങിയത്. ഒരിവിടെ മുമ്പിലൊന്ന് കാണായിരുന്നല്ലോ അല്ലേ. കൊച്ചുകൾ കണ്ടോ എനിക്കൊക്കെ കൊറേ ഉണ്ട്. അതിൻ്റെ പിന്നാലെ ട്രക്ക് പോണതിൻ്റെ പിന്നാലെ മണ്ട എന്താ അറിയോ അവിടെ ഇതുണ്ടോ ഓരോന്നിനും തിന്നാണേ. അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാഞ്ഞൂള് അതെ ഞാഞ്ഞൂളുണ്ടാവും. പിന്നെന്താപ്പോൾ അല്ലേ എവിടേക്ക് വന്നിട്ട് അവർ പോയി. അത് ഒരാൾ അവിടെ ഇരിക്കുന്നത്. ചേടാ അവിടെ പറഞ്ഞിരിക്കുകയാണ് രണ്ടാൾ അല്ലെങ്കിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ടാവും. നിന്ന് ചടച്ചപ്പം അങ്ങ് പോയിരുന്നതാണ്. എന്തോ പാടം അടിപൊളിയായില്ലേ. ചിലപ്പോൾ 2 ദിവസത്തിനൊന്നും നിൽക്കുന്നുണ്ടാവില്ല. ഇന്ന് തന്നെ വിത്തൊക്കെ വിതയ്ക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ ഉടനെ വിത്ത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കും അല്ലേ. നമ്മൾ മാക്സിമം മുതലാക്കും കേട്ടോ ഈ ഒരാഴ്ച. അല്ല അവരിവിടെ നിന്ന് ചടച്ചിട്ട് പോയിരുന്നതാണ്. അവരെപ്പോഴോ വന്നതായിരിക്കും. അതെ എന്നാൽ മറ്റവർ പോയിട്ടുണ്ടാവും. അതാ ഏട്ടൻ്റെ കുട്ടിയാണ്, മകനാണല്ലോ. അപ്പോൾ അവരാണ് ഈ പാടം നോക്കണ തോന്നുന്നു. ഇത് ശരിക്കും ഇപ്പോൾ മുമ്പുണ്ടായിരുന്നത് നമ്മുടെ കൂട്ടുകാരത്തിൻ്റെ അച്ഛൻ്റെ പാടായിരുന്നത്. നമ്മുടെ കൂടെ +2 പഠിച്ച കുട്ടീൻ്റെ. അപ്പോൾ അത് വേറെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. ആ ഏട്ടനൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അതാണ് കൊടുത്തിട്ടുണ്ടാവും. കുട്ടികളൊക്കെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. മൈനകൾ കൊച്ചികൾ എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ പോകണുണ്ടോ? ഒരാൾ കൂടെ കിടക്കും. ഈ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇനി ആ അറ്റത്ത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അത് അവിടെ അടുത്ത കണ്ടം ഉഴാനായിട്ട് പറയാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിൽ ഇത് മൊത്തം ഉഴുണ്ടാവും. ട്രാക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാകുമ്പോഴേ അത് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ തീർക്കും. അതാ ഗൈസ് കോളം പോലെ ഇട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞങ്ങൾ മഴ പെയ്തപ്പോൾ കയറിപ്പോയതാണ്. ആ പെരും മഴയത്തും ട്രാക്ടർ ഓടുന്നേയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കുളം പോലെ ആയിട്ടുണ്ട് നമ്മുടെ പാടങ്ങൾ. ഇപ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് ഉഴുതു. ഇതാണ്ടോ ഈ വലിയ കണ്ടോ ആ കണ്ടോ ഉഴുതു മറക്കൽ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ പോകുന്നതിന് മുന്നേ വിത്ത് വിതയ്ക്കലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യും കേട്ടോ. വീഡിയോ എടുക്കും, നമ്മളൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് കണ്ടല്ലേ, ഞാൻ അടുത്തയിലേക്ക് പോവാണ് കേട്ടോ.
ഇപ്പോഴാണ് ഇത് അടിപൊളിയായില്ലേ. ഇപ്പം ഇറങ്ങിയ എന്താവും രസാമോ അല്ലേ? നല്ലല്ല മിഞ്ഞാന്നല്ലേ നമ്മൾ പാടം വീഡിയോ എടുക്കുമ്പോൾ കാലൊക്കെ കഴുകിയ വെള്ളമാണിട്ടത്. ഇപ്പം അടിപൊളിയായില്ലേ. അപ്പം ഇനി വിത്ത് വിതയ്ക്കലുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കൂടെ ഷെയർ ചെയ്യും. ട്രാക്ടർ അങ്ങനെ പോയി. അപ്പം ഞങ്ങൾ മേലേക്ക് കയറുകയാണ്. അമ്മു ബായ് പറ. അയ്യോ അമ്മൂന് ചെറിയൊരു പിണക്കുണ്ട് കേട്ടോ. വലിയ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേ നെറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതാണ്. അപ്പോൾ ആൾക്ക് ഫോണൊന്നും കിട്ടിയില്ല, അതിൻ്റെ ഒരു മുഖം മുറിപ്പിക്കലാണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബായ്.